ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം അല്ലേ. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരി ദാശുനി സുഹൃതഹാരങ്ങളിലെ വരികളാണല്ലേ. അപ്പോൾ സന്ദർഭത്തിൽ ഭഗിനി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അതെ, സഹോദരിയാണല്ലേ. എന്താണ്? സഹോദരി. അമ്മേ എന്ന വിളി കേട്ടപ്പോൾ ഹൃദയ്ക്ക് കുറച്ച് ശക്തി വീണ്ടും കിട്ടിയ പോലെ അനുഭവപ്പെട്ടു. അമ്മയ്ക്കുണ്ടായ ഈ മാറ്റത്തിന് കാരണം എന്താകാം? എന്താണ്? വളരെ കാലമായിട്ട് അമ്മ എന്ന വിളി കേൾക്കാത്തത് കൊണ്ടാണല്ലേ. ഇനി ഇരുട്ട് വലിയ കറുത്ത തിരശീല പോലെ തൂങ്ങിക്കിടന്നു. അടിവരയിട്ട് പ്രയോഗത്തിന്റെ സാന്ദർഭിക അർത്ഥം എന്താണ്? ഇരുട്ടിലും കാഴ്ചകൾ പ്രകടമായിരുന്നു എന്നതാണല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി പിരിച്ചെഴുതിയത് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണല്ലേ ശരിയായിട്ടുള്ളത്. ഇനി നോക്കിക്കേ, 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. വിരസമായി തീരാവുന്ന വസ്തുതകൾ പോലും ബഷീറിന്റെ അനുഗ്രഹീതമായ തൂലികയുടെ സ്പർശത്താൽ എങ്ങനെയോ രസപ്രദമായി തീർന്നു. പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ അല്ലേ. അപ്പോൾ ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായം വ്യക്തമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും യോജിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? തീർച്ചയായും യോജിക്കുന്നു എഴുതാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനാശൈലിയുടെ പ്രധാന ഒരു സവിശേഷതയാണിത് അല്ലേ. ദൈനംദിന ജീവിതത്തിലെ നിസ്സാരവും വിരസവുമായ സംഭവങ്ങളെപ്പോലും അതിഹാസ്യത്തിലൂടെയും ആത്മാർത്ഥത നിറഞ്ഞ ഭാഷയിലൂടെയും വായനക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു അല്ലേ. പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിൽ സ്വന്തം കുടുംബത്തിലെ ദാരിദ്ര്യവും നിസ്സാര വഴക്കുകളും തികച്ചും രസകരവും തമാശ നിറഞ്ഞതുമായ ശൈലിയിലാണ് ബഷീർ വരച്ചു കാട്ടുന്നത് അല്ലേ. ഓക്കെ, ദെൻ നിങ്ങളുടെ അഭിപ്രായം എഴുതിയിട്ടുണ്ടാവുമല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞുകിടന്ന ചാരുസാരി ഉതുക്കി ചെറുചിരി ചോരും ചോരുവ ചെറ്റുവിടർത്തവൾ സുഹൃതഹാരങ്ങൾ വരികളിലെ കാവ്യഭംഗി കണ്ടെത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വരികളിൽ എന്താണ്? പ്രകൃതിയും സ്ത്രീ സൗന്ദര്യവും തികച്ചും സ്വാഭാവികമായിട്ട് സമന്വയിപ്പിക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ ആൻസർ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഇനി പണമൊന്നും വേണ്ട, ഞാൻ എത്തിക്കാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. അമ്മയെ മക്കളുടെ അടുക്കലാക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. അമ്മ. കഥാസന്ദർഭത്തിൽ നിന്ന് ടാക്സി ഡ്രൈവറുടെ മനോഭാവം കണ്ടെത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ടാക്സി ഡ്രൈവറുടെ സഹാനുഭൂതി, കരുണ, മനുഷ്യത്വം എന്നിവയാണല്ലേ ഈ സന്ദർഭത്തിൽ വ്യക്തമാകുന്നത്. അപ്പോൾ പണത്തേക്കാൾ ഉപരിയായി എന്താണ് ഒരു വൃദ്ധയോടും അവരുടെ മക്കളോടും കാണിക്കേണ്ട ഉത്തരവാദിത്വവും സ്നേഹവും അയാൾക്ക് പ്രധാനമല്ലേ. നിസ്വാർത്ഥമായ സേവന മനോഭാവവും മുതിർന്നവരോടുള്ള ബഹുമാനവും അയാളുടെ വാക്കുകളിൽ പ്രകടമാകുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ഒരു ചുറ്റലിന് ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ ഇവിടെ എത്തിയിരിക്കുന്നത്. അവിടെ എന്ത് ശാന്തതയാണ് കിട്ടുക? അപ്പോൾ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച കുടുംബ സാഹചര്യങ്ങൾ എന്തെല്ലാം കുറിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാമായിരുന്നു? വിശ്രമവും ശാന്തതയും ആഗ്രഹിച്ച് വീട്ടിലെത്തിയ ബഷീറിന് എന്താണ് അവിടെ നേരിടേണ്ടി വന്നത്? വലിയ സാമ്പത്തിക ഞെരുക്കവും കുടുംബാംഗങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളും ആയിരുന്നു അല്ലേ. പാത്തുമ്മയുടെ മറ്റ് സഹോദരങ്ങളും അവരുടെ ആവശ്യങ്ങൾക്കായി ബഷീറിനെ നിരന്തരം സമീപിച്ചു കൊണ്ടിരുന്നു. അതുപോലെ വീട്ടിലെ ആടും മറ്റു വളർത്തുമൃഗങ്ങളും ബഷീറിന്റെ പുസ്തകങ്ങളും കടലാസുകളൊക്കെ തിന്നെന്താണ് അദ്ദേഹത്തിന് പ്രശാന്തിക്ക് പകരം അശാന്തിയാണല്ലേ നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. കിളിക്ക് വേണ്ടത് കിളിക്കൂടെന്നു നാം പറഞ്ഞു പറ്റിപ്പോ കിളിയെ, നമ്മളെ കിളിക്കൊണ്ടാകാശം കിളിക്കൂടായി അതിലുറങ്ങുവാൻ വിടില്ലൊരു കിളിയെയും. പ്രഭാവർമ്മ. ഇനി വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാനൊന്നു വാനിൽ പറന്നു നടക്കട്ടെ, കാൺമതുണ്ടോ തെല്ലകലത്തിലൻ ജന്മഭൂമിയാം കാനനം മോഹനം. വിട്ടയക്കുക ബാലാമണിയമ്മ. അപ്പൊ തന്നിരിക്കുന്ന കാവ്യഭാഗങ്ങളെ ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 കാവ്യഭാഗങ്ങളുടെയും പ്രധാന പ്രമേയം എന്താണ്? സ്വാതന്ത്ര്യത്തിനായുള്ള ദാഹവും തടവറയ്ക്കെതിരെയുള്ള പ്രതിഷേധവുമാണല്ലേ. അപ്പൊ 1-ാം നില എന്താ പറയുന്നത്? കിളിക്ക് വേണ്ടത് കിളിക്കൂടാണെന്ന് പറഞ്ഞ് അവളെ വഞ്ചിക്കുന്നതിനെ കുറിച്ചാണല്ലേ പറയുന്നത്.
രണ്ടാമത്തെ ഭാഗത്തിൽ എന്താ പറയുന്നത്? കൂട്ടിൽ കഴിയുന്ന പക്ഷി തനിക്ക് കാട്ടിലേക്ക്, അതായത് സ്വന്തം ജന്മഭൂമിയിലേക്ക് പറന്നുയരാൻ സ്വാതന്ത്ര്യം തരണമെന്ന് യാചിക്കുകയാണല്ലേ. അപ്പൊ പ്രകൃതിദത്തമായ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെക്കുന്ന വ്യവസ്ഥകൾക്കെതിരെയുള്ള ശബ്ദമാണ് നമ്മൾ രണ്ട് ഭാഗങ്ങളിലും കേൾക്കുന്നത് അല്ലേ. കൂട്ടിലെ സുഖ സൗകര്യങ്ങളെക്കാൾ പ്രധാനം ആകാശത്തിലെയും കാനനത്തിലെയും സ്വാതന്ത്ര്യമാണെന്ന് രണ്ട് കവിതകളും അടിവരയിടുന്നു. അപ്പൊ ഇതുപോലൊരു ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ട കൂട്ടുകാർക്ക് എക്സാം എളുപ്പമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എത്ര തുണികൾ അലക്കി കഴിഞ്ഞു, എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി, എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്നു, കുട്ടികളെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛന്മാരായി. അപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരാവശ്യമില്ലാതായി. കറുത്ത കാറിന് അതറിയാമായിരുന്നു. അമ്മ, അവിടെ അമ്മയുടെ ഒറ്റപ്പെടലിന്റെ തീവ്രത കഥാകാരി അവതരിപ്പിക്കുന്നത് എങ്ങനെ? നൽകിയ സന്ദർഭവും കഥയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു ആയുസ് മുഴുവൻ മക്കൾക്കായി ജീവിച്ചു തീർത്ത അമ്മയുടെ ചിത്രമാണല്ലേ കഥാകാരി ഇവിടെ വരച്ചു കാട്ടുന്നത്. കുട്ടികളെല്ലാം വളർന്ന് വലിയ നിലയിലെത്തുകയും അച്ഛന്മാരാവുകയും ചെയ്തപ്പോൾ അമ്മ ആർക്കും വേണ്ടാത്തവളായിട്ട് മാറുകയാണല്ലേ. അപ്പൊ കഥയും വിശകലനം ചെയ്ത് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലൊഴു മാര്യന്മാർ. സുഹൃതഹാരങ്ങൾ. ഇതും തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ കെട്ടിലല്ലാത്തോ തമ്മിലുണ്ണാത്തോരിങ്ങനെ തല്ലഹോ ജാതി കോമരങ്ങൾ. ദുരവസ്ഥയിലെയും വരികളാണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പൊ രണ്ട് രചനാഭാഗങ്ങളിലും തെളിയുന്ന അക്കാലത്തെ സാമൂഹിക അവസ്ഥ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ടു വരികളിലും പഴയകാല കേരളത്തിൽ നിന്ന് രൂക്ഷമായ ജാതി വിവേചന അയിത്തവുമാണല്ലേ പ്രമേയമാക്കിയിട്ടുള്ളത്. അതായത് താഴ്ന്ന ജാതിക്കാരുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഉയർന്ന ജാതിക്കാർ അഥവാ ആര്യന്മാര് മടിക്കുന്ന ചിത്രം ജാതി ചിന്തയുടെ അന്ധതയാണല്ലേ വ്യക്തമാക്കുന്നത്. ദുരവസ്ഥയിൽ എന്താണ്? തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷം എന്നിങ്ങനെ മനുഷ്യരുടെ ജാതിയുടെ പേരിൽ അകറ്റി നിർത്തിയിരുന്ന അനാചാരങ്ങളെ ആശാൻ വിമർശിക്കുകയാണല്ലേ. അപ്പൊ എന്താണ്? മനുഷ്യത്വം മറന്ന് മനുഷ്യനെ ജാതിയുടെ പേരിൽ വേർതിരിച്ചിരുന്ന ക്രൂരമായ സാമൂഹിക വ്യവസ്ഥയുടെ നേർക്കാഴ്ചകളാണ് നമുക്ക് ഈ രണ്ട് രചനകളിലും കാണാൻ കഴിയുന്നത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് 11A ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ വായിച്ചും പഠിച്ചും പ്രൊഫസർ MK സാനു തയ്യാറാക്കിയ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന പാഠഭാഗം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം വായിച്ചപ്പോഴുണ്ടായ ചിന്തകളും നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി വായനാക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓരോരുത്തരും ഓരോ രീതിയിലാവല്ലേ എഴുതിയിട്ടുണ്ടാവുക. വായനാക്കുറിപ്പ് എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചൂര് നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത്. നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിന്റെ കാതിലൊഴിക്കേ. കുട്ടിയാണ്, കാത് നിലച്ചാൽ തലയ്ക്ക് ചൂട് കയറിയേക്കും, ഡോക്ടർ പറഞ്ഞു. ആന ഡോക്ടർ. നൽകിയ സന്ദർഭങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് ഡോക്ടർ കെയുടെ സ്വഭാവ സവിശേഷതകളെ വ്യക്തമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇനി 12A ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നല്ലി നാമയി സഹോദരരല്ലിപ്പൂവേ ഒന്നല്ലി കൈഹ രചിച്ചതു നമ്മയല്ല. വീണപൂവിലെ വരികളാണല്ലേ കൊടുത്തിട്ടുള്ളത്. ഇനി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീ നാവു വരണ്ടുഹോ ഭീതി വേണ്ട തരികതെനിക്കുന്നി. സുഹൃതഹാരങ്ങളിലെ വരികളാണല്ലേ. കാലദേശാതീതമായ സാഹോദര്യഭാവമാണ് ആശാൻ കവിതകളിൽ തെളിയുന്നത്. അപ്പൊ നൽകിയ രചനകളും സുഹൃതഹാരങ്ങൾ എന്ന പാഠഭാഗവും വിശകലനം ചെയ്ത് കുമാരനാശാന്റെ കൃതികളിലെ സാഹോദര്യ സങ്കല്പം എന്ന വിഷയത്തിലെ ഉപന്യാസം തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അവസാന ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ആയിട്ട് നൽകിയിട്ടുള്ള എന്താണ്? ആസ്വാദനം തയ്യാറാക്കാനാണല്ലേ. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ. എങ്ങനെയുണ്ടായിരുന്ന എക്സാം? എളുപ്പമായിരുന്നല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.